സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കി ധവളപത്രവുമായി സർക്കാർ. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നെന്നും സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലെന്നും ധനകാര്യസ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ഇനത്തിൽ മാത്രം പുതിയ സർക്കാരിന് 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ധവളപത്രം കേരളം അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വരച്ചിടുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് ധവളപത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ ധവളപത്രത്തിൽ എണ്ണി പറയുന്നു. പെരുകുന്ന കടബാധ്യത. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും പലിശയുമടക്കമുള്ള സ്ഥിരബാധ്യതയിലേക്ക് പോകുന്നു. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കിഫ്ബിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടബാധ്യത എന്നിവയാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രതികൂല ഘടകങ്ങൾ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ധവളപത്രം ശരിവെക്കുന്നു. നികുതി പിരിവിലെ കുറവും കേന്ദ്രവിഹിതത്തിൽ വന്ന കുറവും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധവളപത്രത്തിലെ പരാമർശം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പണബാക്കിയിലും ധവളപത്രം വ്യക്തത വരുത്തുന്നുണ്ട്. മാർച്ചിൽ ട്രഷറി ക്ലോസ് ചെയ്യുമ്പോൾ 6,322.36 കോടിയായിരുന്നു ബാക്കി. മെയ്യിലെ കണക്ക് പ്രകാരം 2,211.93 കോടി രൂപയാണ് ട്രഷറി ബാലൻസ്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല വീക്ഷണത്തോടെയുള്ള നടപടികളിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. വരുമാനമുയർത്തൽ, ചെലവ് നിയന്ത്രിക്കൽ, സ്വകാര്യ നിക്ഷേപം തുടങ്ങിയവയാണ് പരിഹാര നടപടികൾ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. പെൻഷൻ പ്രായം 1 വർഷം കൂട്ടണമെന്നാണ് നിർദ്ദേശം. ഇതുവഴി 6,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.